ഓർച്ചയിലെ ചിത്രങ്ങൾ മഹാമാരി കാലത്തിന്റെ നേർചിത്രങ്ങളായി. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ. മഹാമാരിയുടെ അനുഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തലാവുകയാണ് KKR വെങ്ങരയുടെ ചിത്രപ്രദർശനം ഓർച്ച. കറുപ്പും വെളുപ്പും നിറത്തിൽ ഒട്ടേറെ ക്യാൻവാസുകളിൽ ഭാവനയുടെ 100 വർണ്ണങ്ങൾ ചാലിച്ച് കൊറോണ എന്ന മഹാമാരി കാലത്തിന്റെ നേർക്ക് പിടിച്ച കണ്ണാടിയായി നിൽക്കുകയാണ് ചിത്രങ്ങൾ. പയ്യന്നൂർ ഗാന്ധി പാർക്ക് ലളിതകലാ അക്കാദമിയിലാണ് പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. മഹാമാരിയുടെ കറുത്ത ദിനങ്ങൾ കലാകാരനിൽ സൃഷ്ടിച്ച വൈകാരിക ഭാവങ്ങളായിരുന്നു ഓരോ ചിത്രവും. അമൂർത്ത രൂക്ഷഭാവങ്ങളുടെ പൂർത്തീകരണമാണ് കറുപ്പും വെളുപ്പും ചേർന്ന ഈ ചിത്രതലത്തിൽ ദർശിക്കാൻ കഴിയുക. തൊട്ടടുത്ത് കഴിഞ്ഞുപോയ കൊറോണ മഹാമാരി കാലത്ത് മനുഷ്യകുലം നേരിട്ട ദാരുണ മരണങ്ങൾ അടക്കമുള്ള ദുരനുഭവങ്ങൾ ഈ ചിത്രകാരനെയും പിടിച്ചുലച്ചു എന്ന് തോന്നിപ്പിക്കും വിധമാണ് പ്രദർശനം. മഹാമാരിയുടെ അനുഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തലും അതിലകപ്പെട്ട് എല്ലാ മേഖലയിലുള്ളവരും അനുഭവിച്ച മാനസികാവസ്ഥയും തൻ്റെ ക്യാൻവാസിൽ വരച്ചുകാട്ടാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് KKR വെങ്ങര പറഞ്ഞു. ഓർച്ച എന്നെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്തിലെ എല്ലാവരെയും സംബന്ധിച്ച് ഒരു മഹാമാരിയുടെ അനുഭവങ്ങളുടെ ഓർമ്മ കൂടിയാണ്. ആ കാലത്ത് നമുക്കറിയാം, നമുക്കൊന്നും പുറത്തു പോകാൻ കഴിയാത്ത ദിവസങ്ങളായിരുന്നു. ഒരുപാട് മാനസിക സംഘർഷങ്ങൾ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അനുഭവിച്ച ഒരു സന്ദർഭമായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഒരു ചിത്രകാരനെ സംബന്ധിച്ച് ഉള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളും വ്യാകുലതകളും ഒക്കെയാണ് ഈ ഓർച്ചയിലെ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള ചിത്രങ്ങളായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളുടെ നമുക്കറിയാം, എനിക്ക് തോന്നുന്നത് ഇതൊരു കണ്ണാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാലത്തിന് നേർക്കൊരു കണ്ണാടിയായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചിത്രങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെയൊക്കെ ജീവിതകാലത്ത് കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം ആണ് എന്നെ ചിത്രം വരയ്ക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് തന്നെ പറയാം. അടുത്ത 4 ദിവസങ്ങളിലായിട്ട് ഇവിടെ ഈ എക്സിബിഷൻ നടക്കുകയാണ്. എല്ലാവരും ഇതിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട്. നാളെ ചിത്രകാരന്മാരുടെ ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്. അതിനടുത്ത ദിവസങ്ങളിലായിട്ടും ചർച്ചകളും മറ്റ് പരിപാടികളുമായിട്ട് ഈ രംഗം സജീവമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. KKR വെങ്ങരയുടെ മനസ്സിന്റെ അഗാധതലത്തിൽ നിന്നുയരുന്ന വ്യതകളും വേദനകളുടെ മുറവിളികളും ചിത്രങ്ങളായി മൂർത്തീഭവിക്കുകയാണ് ഈ ചിത്രപരമ്പരയിലൂടെ. ഒരു ഫ്രോയിഡിയൻ പ്രതീകങ്ങളായും ഈ ചിത്രങ്ങൾ പരിവർത്തിക്കപ്പെടുന്നുണ്ട്. കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് ആദ്യ ദിനം തന്നെ പ്രദർശനം കാണാൻ എത്തിയിട്ടുള്ളത്. 4 ദിവസങ്ങളിലായിട്ടാണ് പ്രദർശനം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പണിക്കൂലി കുറവെന്ന് പറഞ്ഞ പിന്നെ വേറെ എന്നാ നോക്കണ്ട മേഡം. നമ്മളെ നാട്ടിലെ മക്കളെയല്ലോ നല്ല നിലയിൽ കെട്ടിച്ചയച്ച് ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മളെ ജ്വല്ലറിക്കുള്ളൂ. അത് ശരിയാന്ന്. വായി തോന്നിയ പോലെ ഒരാള് പണിക്കൂലി പറയുന്നത്. അതെ അതെ അതെ, മോളാന്ന്. കല്യാണപ്പെണ്ണ്. മേഡത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരമായിട്ട് അങ്ങ് നടത്തരും. അതിനെന്താ ഷോപ്പിങ്ങിന് പോയതാ. ഇതെന്റെ അച്ഛൻ്റെ അച്ഛനാ. ഓഹോ, അതിന് ചേച്ചി അച്ഛൻ ആരായാലും അച്ഛൻ തന്നെയല്ലേ, മാറ്റാനൊന്നും പറ്റില്ലല്ലോ. അല്ല ചേച്ചി, പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുക പറഞ്ഞാല്. കൃത്യമായിട്ട് നോക്കണം. 916 ഉണ്ടാ, ഹോൾമാർക്ക് ഉണ്ടാ, ഗുണമേന്മ ഉണ്ടോന്നും കൂടി കൃത്യമായിട്ട് നോക്കണം. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരില് ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ, സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെ. സന്തോഷം. കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം